കർത്താവ് നിങ്ങളോട് കൂടെ വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 23 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം എന്നിവയ്ക്ക് പോലും ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്. മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അന്ധരായ മാർഗദർശികളെ, കൊതുകിനെ അരിച്ചു നീക്കുകയും ഒട്ടകത്തെ വിഴുങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ പാനപാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം വെടിപ്പാക്കുന്നു. എന്നാൽ അവയുടെ ഉള്ള് കവർച്ചയും ആർത്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അന്ധനായ ഫരിസേയ, പാത്രത്തിൻ്റെയും ഭക്ഷണപാത്രത്തിൻ്റെയും പുറം കൂടി ശുദ്ധിയാക്കാൻ വേണ്ടി ആദ്യം അകം ശുദ്ധമാകട്ടെ. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മോനിക്ക, നാളെ വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാൾ. രണ്ടുപേരും നമുക്കറിയാം, അമ്മയും മകനും. ഈ രണ്ടുപേരും വിശുദ്ധരായി മാറി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മോനിക്കായുടെ പ്രാർത്ഥനാ ജീവിതം. മോനിക്കായ്ക്ക് നല്ല ക്രിസ്തീയ വിദ്യാഭ്യാസം ലഭിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് നമ്മൾ കാണുകയാണ്, മോനിക്ക തൻ്റെ മക്കളിൽ നിന്നും 2 ആൺപിള്ളേരുണ്ടായിരുന്നു മോനിക്കായ്ക്ക്. രണ്ടുപേരുടെയും കാര്യത്തിൽ മോനിക്ക ആഗ്രഹിച്ച ഒരു കാര്യം, ഒരു സ്വർഗത്തിൽ പോകണം. മോനിക്ക ആഗ്രഹിച്ച മറ്റൊരു കാര്യം, എൻ്റെ ഭർത്താവ് വിജാതീയനാണ്, എന്നെ പോലെ വിശ്വാസമോ പള്ളിപ്പോക്കോ കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ ഭർത്താവ് ദൈവത്തെ അറിഞ്ഞ് വിശ്വാസിയായിട്ട് മാറണം. മോനിക്കായ്ക്ക് ഒരു അമ്മായിയമ്മയുണ്ടായിരുന്നു, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വിഷം. അതുപോലെ ദുഷ്ടയായ ഒരു സ്ത്രീ. പക്ഷെ മോനിക്ക ആഗ്രഹിച്ചു, എൻ്റെ അമ്മായിയമ്മ ദൈവത്തെ അറിയണം, സ്വർഗത്തിൽ പോകണം. അങ്ങനെ 5 പേരും സ്വർഗത്തിലെത്താനുള്ള കാരണമായി പറഞ്ഞിരിക്കുന്നത് നീണ്ട പ്രാർത്ഥന. മോനിക്കായുടെ ജീവിതത്തിൽ നിന്നുയർന്ന് നീണ്ട പ്രാർത്ഥന. നമുക്കറിയാം, വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞത്, പ്രാർത്ഥന അസാധ്യ കാര്യങ്ങൾ സാധ്യമാകും. സാധ്യമാക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. അസാധ്യമായതും സാധ്യമാവും. പ്രിയപ്പെട്ടവർ, ആരെങ്കിലും വിചാരിക്കുമോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആയിരുന്ന മോനിക്ക സ്വർഗത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതികളുള്ള വ്യക്തികൾ സ്വർഗത്തിലെത്തുമെന്ന്? അസാധ്യമെന്ന് പലരും വിചാരിച്ചേക്കാം. പക്ഷേ സാധ്യമായി. ഒറ്റ കാരണമേ ഉള്ളൂ, പ്രാർത്ഥന. പ്രാർത്ഥന ദുഷ്കരമായ കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നും ഈ വിശുദ്ധം പറഞ്ഞ ജോൺ ക്രിസോസ്റ്റം. അപ്പം അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യം വരുമ്പോഴേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഒഴിവാകാൻ എളുപ്പമാണ്. കുറച്ച് നാൾ പ്രാർത്ഥിച്ചിട്ട് ഇതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞ് പ്രാർത്ഥന നിർത്താനും എളുപ്പമാണ്. മോനിക്കായെ പോലെ പ്രാർത്ഥിക്കണമെങ്കിൽ അതുപോലെ സ്നേഹത്തിൽ വളരണം, ദൈവത്തിലുള്ള വിശ്വാസം അത് നമ്മളിൽ വർദ്ധിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് 31 വർഷം റിസൾട്ട് കാണാതിരുന്നിട്ടും 32ാമത്തെ വർഷവും പ്രാർത്ഥന തുടർന്നു. അതിൻ്റെ ഫലമാണ് ആ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ദൈവത്തിന് വേണ്ടി നേടിയെടുക്കാൻ പറ്റിയത്. വിശുദ്ധ ജോൺ മരിയ വിയാനി അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, മക്കൾക്ക് ദൈവവിചാരം ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കൾക്ക് ദൈവവിചാരം ഉണ്ടാകണം. മക്കള് പുണ്യങ്ങൾ അഭ്യസിക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ പുണ്യങ്ങൾ അഭ്യസിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, വചനം ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വചനം പഠിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, വൃക്ഷത്തെ നമ്മൾ അറിയുന്നത് ഫലത്തിൽ നിന്ന്. അപ്പം അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ നന്മയുള്ളവരാണെങ്കിൽ അവരിൽ നിന്ന് ജനിച്ച മക്കളിലേക്ക് നോക്കിയാൽ അതുണ്ടാവും.
ചില എക്സംഷൻസ് ഒക്കെ എവിടെയും നമ്മൾ കണ്ടെന്ന് വരും. ഇപ്പം ഈ ലിവർ സിറോസിസ് വന്നത് എല്ലാവരും മദ്യപിച്ചിട്ടായിരിക്കണമെന്നില്ല. ഒരു തൊള്ളി കള്ളു കുടിക്കാതെ കൊണ്ട് ഇങ്ങനത്തെ ഒരവസ്ഥ വന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, അമേരിക്കയിലൊരു ഫാമിലിയിൽ ചെന്നപ്പോൾ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛാ, ഞാൻ എൻ്റെ മക്കളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ഞാൻ എൻ്റെ മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, ഞാൻ എൻ്റെ മക്കളെ പള്ളി കൊണ്ടുപോയിട്ടുണ്ട്, ഞാൻ എൻ്റെ മക്കൾക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് എൻ്റെ മകൻ ഇങ്ങനെയായി? ഞാൻ പറഞ്ഞ അതിന് പ്രത്യേക ബൗദ്ധിക തലത്തിലൊരു ഉത്തരം തരാൻ ആർക്കും പറ്റത്തില്ല. ഇങ്ങേരുടെ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം ദൈവം തന്നോളും. ഇങ്ങനെ ഒരു സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിലുള്ള വിശ്വാസം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ആശ്രയത്വം കുറയ്ക്കുകയോ അല്ല ചെയ്യേണ്ടത്. പക്ഷേ കോമണായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മാതാപിതാക്കളുടെ നല്ല മാതൃക, മാതാപിതാക്കളുടെ പുണ്യാഭ്യാസങ്ങൾ, അതിൻ്റെയൊക്കെ സൽഫലങ്ങൾ അവരുടെ മക്കളിൽ കാണാൻ സാധിക്കും. മാതാപിതാക്കൾ ദുഷ്ടരായി ജീവിച്ചാൽ അതിൻ്റെ റിഫ്ലക്ഷനും നമുക്ക് മക്കളിൽ കണ്ടെന്നു വരും. വിശുദ്ധ അഗസ്തീനോസ് മാനസാന്തരപ്പെട്ടതിന് ശേഷം അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തെ അറിഞ്ഞെങ്കിൽ എനിക്ക് വലിയൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് എൻ്റെ അമ്മയോടാണ്. ഞാൻ ഇന്ന് ഈ അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ അതിൻ്റെ കാരണക്കാരി എൻ്റെ അമ്മയാണ്. അത് ഏറ്റുപറയുന്ന അഗസ്തീനോസിനെ നമുക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കളെ പ്രാർത്ഥിക്കുക. എന്തെല്ലാം പ്രശ്നങ്ങൾ മക്കളിൽ കണ്ടാലും പ്രാർത്ഥിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കാണുമ്പോഴും പ്രാർത്ഥിക്കുക, അതിന് പരിഹാരം ഉണ്ടാവും. അതിനേറ്റവും നല്ല തെളിവാണ് വിശുദ്ധ മോനിക്ക എന്ന കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. അതിനിങ്ങനെ ദീർഘക്ഷമയോടെ പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സില്ലാത്തവർ അവർ പല ന്യായീകരണങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇന്നതാണെന്ന് പറഞ്ഞ് കാരണങ്ങളൊക്കെ നിരത്തിയേക്കാം. അതൊക്കെ നമുക്ക് എളുപ്പമാണ്. അതല്ലെങ്കിൽ ഞാൻ കുറേ നാൾ നോക്കിയതാണ്, എന്നിട്ട് റിസൾട്ടൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ വഴി അല്ലെ ഈ മാർഗം സ്വീകരിച്ചത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ എളുപ്പമാണ്. മോനിക്ക പുണ്യവതിയിൽ നിന്നും ഒരു പ്രചോദനം ഉൾക്കൊള്ളുന്നവർക്ക് മരണം വരെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നൊരു ഉത്തരം കിട്ടുന്നിടം വരെ ഒരു വിഷയം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നമുക്ക് തുടരാൻ സാധിക്കണം. വിശുദ്ധ പൗലോസ്ലീഹ അതിന് വലിയൊരു തെളിവാണ്. തൻ്റെ ശരീരത്തിലൊരു മുള്ള്, എ തോൺ ഇൻ ദ ഫ്ലഷ്, അത് മാറാൻ വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചു. പെട്ടെന്നൊന്നും മാറിയില്ല. പ്രാർത്ഥന തുടർന്നു, എന്നിട്ടും മാറിയില്ല. പക്ഷെ പ്രാർത്ഥന പുള്ളി ഉപേക്ഷിച്ചില്ല. അങ്ങനെ പ്രാർത്ഥനയിൽ തുടർന്നപ്പോൾ അദ്ദേഹത്തിനൊരു സ്വരം കേൾക്കാൻ പറ്റി, നിനക്കെൻ്റെ കൃപ മതി. ദൈവം അവനോട് സംസാരിച്ചു. അത് പിന്നെ അവന് അതൊരു പ്രശ്നമായിട്ട് മാറിയില്ല. നമ്മുടെ കാര്യം നടന്നു കിട്ടുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക എന്നുള്ളത്. ഒക്കെ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും വന്നാലും അതിൻ്റെ നടുവിൽ ദൈവത്തെ കാണാൻ പറ്റുന്നുണ്ടോ? ദൈവത്തെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ കഷ്ടത നമുക്കൊരു പ്രശ്നമായി മാറത്തില്ല എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആദ്യവായന നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ആളുകളുടെ അഭിപ്രായം കേട്ട് പോകാൻ എളുപ്പമാണ്. ആളുകളുടെ അഭിപ്രായത്തെക്കാൾ ദൈവത്തിൻ്റെ വചനം, അതാണ് നമ്മൾ കേൾക്കേണ്ടത്, അതാണ് അനുസരിക്കേണ്ടത്. വേറെ ചിലരെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇനി അവരൊരു കാര്യം പറഞ്ഞ് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ നിരാശയായി, സങ്കടമായി, സപ്പോർട്ട് ചെയ്യാത്തവരോട് ദേഷ്യമായി, എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 2 തീമോത്തി 4-ാം അധ്യായം 16 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നൊരു കാര്യം, പൗലോസ്ലീഹ പറയാണ്, ഞാനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലായിരുന്നു, പക്ഷേ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ടായിരുന്നു, എനിക്കത് മതിയായിരുന്നു. അതുമായിട്ട് മുമ്പോട്ട് പോയപ്പോൾ അവനെല്ലാവരുടെയും സപ്പോർട്ട് പിന്നീട് ലഭിക്കുന്നത് കാണാൻ പറ്റും. പറയുണ്ട്, ദൈവം തരുന്ന സപ്പോർട്ട് അതാണ് നമുക്ക് പ്രധാനപ്പെട്ടത് എങ്കിൽ സാവധാനം മറ്റുള്ളവർ അത് അംഗീകരിച്ച് മനസ്സിലാക്കി നമുക്ക് സപ്പോർട്ട് നൽകിയിരിക്കും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ സപ്പോർട്ടില്ലാതെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നവരാണ്. ഒരാളോട് ഒരു കാര്യം ചോദിച്ചു, വേണമെങ്കിൽ ഒരു സഹായം ചോദിച്ചു, അത് കിട്ടിയില്ല, അതിനുശേഷം പിന്നെ എല്ലാവരോടും ദേഷ്യം, ദൈവത്തോട് പോലും ദേഷ്യം. ഇതല്ല നമ്മൾ എടുക്കേണ്ട ഒരു സ്റ്റാൻഡ് എന്നുള്ളത് ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സുവിശേഷഭാഗം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും.
നമുക്ക് നമ്മളായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ചില കാര്യങ്ങൾ, ത്യാഗങ്ങൾ ഒക്കെ എടുത്ത് മുമ്പോട്ട് പോകാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എനിക്കറിയാം, സ്ഥിരമായിട്ട് കൈ വിരിച്ചു പിടിച്ച് കൊന്തയെല്ലുന്നവരും പ്രാർത്ഥിക്കുന്നവരും. ഇന്നലെ ഒരു സഹോദരൻ സൂചിപ്പിച്ചൊരു കാര്യം, ഞാനിതൊക്കെ ചെയ്യുന്നുണ്ടെന്നേ, പക്ഷെ എന്നിട്ടും ആ കാര്യം നടക്കുന്നില്ല. കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്ന, വേണമെങ്കിൽ ചരൽ വാരിയിട്ട് അതേ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത് ശീലമാക്കിയിരിക്കുന്ന വ്യക്തികളുമുണ്ട്, നല്ലതാണ്. പക്ഷെ ഒരു കാര്യം, ദൈവം അനുവദിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, ഈ ചരല് ദൈവം വാരിയിട്ട് തന്നൊന്നുമല്ല, നിങ്ങളായിട്ട് വാരിയിട്ടതാണ്. പക്ഷേ ദൈവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച ചില കാര്യങ്ങളുണ്ട്. നിൻ്റെ മാതാപിതാക്കൾ ചിലപ്പോൾ അൾസൈമേഴ്സ് വന്ന് അവർക്കൊരു തുമ്പും തൊരാലും ഇല്ലാതെയായിരിക്കാം സംസാരിക്കുന്നത്, പെരുമാറുന്നത്. അതായത് ദൈവമായിട്ട് നിൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്ന ത്യാഗത്തിൻ്റെ ഒരു മേഖലയാണ്. അതെടുക്കുമോ? അതെടുക്കാൻ തയ്യാറാകുന്നവർക്ക് ചരൽ വാരി ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കർത്താവ് അവരെ മനസ്സിലാക്കും. കാരണം ദൈവം കൊടുത്ത ആ ഒരു സാഹചര്യത്തിൽ ത്യാഗമെടുക്കാൻ അവർ റെഡിയാണ്. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു കാര്യം കിട്ടും. നമുക്കറിയാമല്ലോ, പണ്ടൊക്കെ ചിലർ പള്ളി പോകുമ്പം അവർ നടന്നു പോകും, തിരിച്ചു വരും. അതൊരു എക്സസൈസുമാണ്. ഇനി അങ്ങനെയുള്ളവർ വണ്ടി കൊണ്ടിട്ടിട്ട് വീണ്ടും നടക്കാൻ പോകേണ്ട കാര്യം വരത്തില്ല. എന്ന് പറഞ്ഞ പോലെ ദൈവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച ആ സഹനങ്ങൾ, ത്യാഗങ്ങൾ പരാതി കൂടാതെ എടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിച്ചത് എന്താ? ചിലർക്ക് ദശാംശം, അത് തുളസി, ചതകുപ്പ, ജീരകം, നിസ്സാര കാര്യങ്ങൾ, അതിന് പോലും ദശാംശം കൊടുക്കുന്നവർ. നമ്മൾ 1 കിലോ ജീരകം വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ 100 ഗ്രാം മാറ്റി വെച്ചിട്ട് ദശാംശമാണെന്ന് പറഞ്ഞ് കൊണ്ട് കൊടുക്കാറുണ്ടോ? അതൊന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ. പക്ഷെ ഇവിടെ അതുപോലും ചെയ്ത വ്യക്തികൾ, പക്ഷെ അവരുടെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞൊരു കാര്യം, നീ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തിട്ട് ഗൗരവമുള്ള കാര്യങ്ങൾ അവഗണിക്കുന്നത്? നീതി, കാരുണ്യം, ഈ 2 കാര്യങ്ങൾ നമ്മൾ ചങ്കോട് ചേർത്ത് പിടിക്കേണ്ടതാണ്. എന്തിനാ നീ ഇത് കാണിക്കാത്തത്? എന്നിട്ട് ദശാംശം കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞ് നീ അതിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. നമുക്ക് സൗകര്യമുള്ള കുറേ കാര്യങ്ങൾ ചെയ്ത് അതിൽ സന്തോഷം കണ്ടെത്തുന്നതിനേക്കാൾ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന എന്താണോ അത് ചെയ്യാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. നമുക്കറിയാം, യോഹന്നാൻ 4:34 വായിച്ചാൽ അവിടെ യേശു പറഞ്ഞൊരു കാര്യം, യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നൊരു കാര്യമുണ്ട്, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് അവൻ്റെ ഭക്ഷണം. അത് ചെയ്യാതെ ഒരു നേരം മാത്രമേ ഞാൻ ഭക്ഷിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടും അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. പിതാവ് നിന്നോട് 4 നേരവും ഭക്ഷിച്ചോളാൻ പറഞ്ഞ് കഴിച്ചു, ഒരു കുഴപ്പമില്ല. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് എടുത്ത് മുമ്പോട്ട് പോകാൻ നമ്മൾ പഠിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയത ഷൂട്ടപ്പ് ചെയ്യും. ആത്മീയമായിട്ട് നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ള ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്രകാരം ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് വിശുദ്ധ മോനിക്കയുടെ മാധ്യസ്ഥം എന്ന് പ്രത്യേകം തേടുകയും ചെയ്യാം.